സോ ഗേസ് എഗെയിൻ വന്നിരിക്കുകയാണ് പുതിയൊരു ഗെയിമുമായിട്ട്. ഗെയിമിൻ്റെ പേരാണ് 911 പാർട്ടി എന്ന് പറയുന്നൊരു ഗെയിമാണ്. സോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അതിലെനിക്ക് ഈ ഗെയിം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ഒരു സൈക്കോപാത്ത് രീതിയിലുള്ള നമ്മളെ തട്ടിക്കൊണ്ട് പോയേക്കാണ് അവിടുന്ന് എസ്കേപ്പ് അടിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു, അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഇതിലെന്തായാലും ഈ സാധനം ഞാൻ കംപ്ലീറ്റ് ആക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് അതൊക്കെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമുക്കിതിൻ്റെ സംഭവം നമുക്ക് തുടങ്ങാം. ഇവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കേസാണ്. നമ്മൾ ഒരു സ്ഥലത്ത് തട്ടിക്കൊണ്ട് പോയേക്കുവാണ്. അപ്പോൾ അവിടെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ പോലീസിനോട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വോയിസാണ്. എന്നിട്ട് ഇങ്ങനെ സാധനം മോനെ കാണാൻ പോയെന്നൊക്കെ. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇതാണ് നമ്മൾ എടുക്കേണ്ട സംഭവം എന്നാന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് ഇവിടെ നമുക്കൊരു സാധനം കിട്ടും. ഇതെന്നാ ക്രോബാർ. ഈ സാധനം എടുത്താലേ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് അടിക്കാൻ പറ്റത്തുള്ളൂ. എസ്കേപ്പ് അല്ല, ഈ പൂട്ട് തുറക്കാൻ പറ്റത്തുള്ളൂ. പൂട്ട് തുറക്കുവാണ്. പൂട്ട് നമ്മൾ അടച്ചു വെക്കണ്ട, ഇപ്പോൾ കയറേണ്ട വരും. പിന്നെ വേറൊരു സീൻ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ശബ്ദം കാണിച്ചു തരാം കേട്ടോ. നമുക്കിവിടെ തുറക്കാൻ ഇവിടുന്ന് ഒരു കീ കിട്ടും. അതെ, ഒരു കീ ഉണ്ട്. ഈ കീ വേണം, അത്യാവശ്യമാണ്. അല്ലെ നമുക്ക് ഈ ഡോറ് തുറന്ന് മുകളിലോട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു കീ കിട്ടി, ഇപ്പോൾ ഒരു ഒച്ചയും കേട്ട്. നമുക്ക് ഈ സാധനം തിരിച്ചിവിടെ കൊണ്ടുവെക്കണം, എന്നാലേ നമ്മളെ പിടിക്കാതിരിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ സാധനം അവിടെ നിന്ന് എടുത്തെന്ന് ഓർത്തു. പുള്ളിക്കാരൻ ഇവിടെ എല്ലാം ചെക്ക് ചെയ്തിട്ട് ആ സാധനം ഇവിടെ നിന്ന് മിസ്സിങ്ങാണ്. അപ്പോൾ എന്നെ പിടിച്ചുകൊണ്ട് പോകും. നേരത്തെ ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ലൈഫ് പോകുമായിരുന്നു. എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. പിന്നെ കുറേ സംഭവം നോക്കിയാണ് മനസ്സിലായി ഈ സാധനം ഇവിടുന്നില്ല, മിസ്സായ പണി കിട്ടും. ഒരിതുമില്ല, നമ്മളെല്ലാം കറക്റ്റ് ആക്കിയാണ് വെച്ചേക്കുന്നത്. ഓക്കെ, പുള്ളിക്കാരനില്ല. ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, ഒരു കീ കിട്ടിയിട്ടുണ്ട്. ആ കീ പുള്ളിക്കാരൻ വന്ന ഡോറിൻ്റെയാണ്. ഈ ഡോറ് തുറന്ന് ഇതുവഴി പോവുക. ഇത് മുകളിലത്തെ സ്റ്റെപ്പാണ്. ഇവിടെ പുള്ളിക്കാരൻ്റെ ഒരു ഇതുണ്ട്. അപ്പുറത്ത് ഇവിടായിട്ട് പുള്ളിക്കാരൻ നിൽപ്പുണ്ട്. ഇവിടായിട്ട് പുള്ളിക്കാരൻ നിൽപ്പുണ്ട്. ആ ഡോർ ലോക്കാണ്. ഉള്ളത് ഈ ഡോറാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല. ഇവിടെ പറയത്തക്ക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളത് ഈ ഡോറൊക്കെ ഡോറൊക്കെ ഇല്ലായിരുന്നു. പിന്നെ ഇതും ഇല്ല, അത് പോട്ടെ. പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ ഇവിടെ ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ എല്ലാം കാണാൻ സാധ്യതയുണ്ട്. ഇതിനകത്തും ഇല്ല. അടിയിലോട്ട് പോയാൽ ഇവിടെ അങ്ങനെ ഒന്നും. ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇതെന്നതാ? ഓക്കെ, ഈ സംഭവം ഇവിടെ ഒരു പസിൽ ബോക്സ് ഉണ്ട്. ആ സാധനം തുറക്കാനാണ് ഇത്രയും സാമഗ്രികൾ ഇവിടെ വേണ്ടത്. ഇതിനാന്ന് വെച്ചാൽ പുള്ളിക്കാരൻ മനുഷ്യൻ്റെ ഇറച്ചിയാണ് ഇവിടെ ചെയ്യുന്നത്. പാചകം ചെയ്യുന്ന മനുഷ്യന്മാരുടെ ഇറച്ചി. അപ്പോൾ അതിൻ്റെ ഇറച്ചി എടുക്കാനാണ് എന്നെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. പുള്ളിക്കാരൻ ഡോക്ടറാണ് കേട്ടോ. പിന്നെ ഓരോ എസ്കേപ്പ് പിടിക്കുമ്പോൾ ഓരോ സിറിഞ്ച് വെച്ച് കുത്തിത്തരും. ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിവിടെ ഒരു പസിൽ ബോക്സ് ഉണ്ട്. ആ സാധനം കൂടെ തുറന്നാൽ നമുക്കൊരു കീ കിട്ടും. കണ്ടു, ഇതാണ് പസിൽ ബോക്സ്. ഈ സംഭവം തുറക്കാനുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ കോളമൊക്കെ ഒരു പസിലൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. അതൊക്കെ ശരിയായിട്ട് വരണം. ഇവിടെ കറക്റ്റ് സംഭവങ്ങളാണ്. ഓക്കെ, ആ സംഭവം നേരെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ ഈ സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഇതിന് മാത്രമേ ഉപകരിക്കത്തുള്ളൂ. ഇനി വേറെ സ്ക്രൂവും കൂടെ വേണം. ഇതിനകത്ത് വേറെ പരിപാടിയും കൊണ്ട്, ഇതിനകത്തല്ല, ഒരു പരിപാടിയും കൊണ്ട്. ഈ ചാർജ് ആവണ ബാറ്ററിയും കൂടെ ഇങ്ങോട്ട് വെക്കണം. ബാറ്ററിയും കൂടെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കത്തി നിന്നിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ നീല കണ്ടോ, അല്ല ഈ പച്ച കണ്ടോ, ഈ പച്ച ഇവിടെ 6 ഇവിടെ 9 കോളത്തിൽ ഈ പച്ച കളർ വേണം. അതാണ് നമുക്കുള്ള പണി. ഞാൻ ഈ സാധനം ഫൈനലി അൺലോക്ക് ചെയ്ത് കേട്ടോ. കുറേ കിടന്ന് ഇതിൻ്റെ പണിത് ഈ പച്ച എല്ലായിടത്തും വരാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഈ പച്ചയുള്ള സാധനം എടുത്തിട്ടുണ്ട്. ആ സാധനം കിട്ടിയതുകൊണ്ട് ഇത് താഴത്തെ ഒരു ഡോറിൻ്റെ കീ ആണ്. അപ്പോൾ അതെടുത്തുകൊണ്ട് താഴോട്ട് പോകാം. ഇവിടായിട്ട് അതിൻ്റെ കീ വരും. ഇവിടായിട്ട് അതിൻ്റെ കീയുടെ സംഭവം വരും. ഇവിടെ അങ്ങാണ്ട് താഴോട്ടാണ് ഇതിൻ്റെ കീ അല്ല, താഴോട്ടൊരു സാധനമുണ്ട്. അപ്പോൾ ഇവിടെ തട്ടിയ പുള്ളിക്കാരൻ ഒച്ച കേൾക്കും കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ മൂവ്സ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണും. ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇതെടുക്കുക. ഇതെടുത്തോണ്ട് ഇത് തുറക്കാൻ നേരം
ചിലപ്പോൾ പുള്ളിക്കാർ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഞാനിത് തുറന്നെടുത്തിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി ഇവിടെ ഓരോ സെറ്റപ്പായിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യണം. ഇവിടെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഇത് വേണം. ഗ്ലാസ് കട്ടർ, ഇതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ മുകളിൽ ഒരു ഗ്ലാസ് കട്ടർ ഉപയോഗിച്ചാണ് നമ്മൾ എസ്കേപ്പ് അടിക്കുന്നത്. ഒരു കട്ടർ വേണം, ആ സാധനം കൊണ്ട്. പിന്നെ ഇവിടെയുള്ള പരിപാടി, ഓക്കെ, ഇതും അത്യാവശ്യമാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ കീ വേണം. ഇനി അതുണ്ടാക്കാൻ മുകളിൽ പോകണം. ആ സ്പെഷ്യൽ കീ ഉള്ളത് മുകളിലാണ്, അപ്പോൾ മുകളിലോട്ട് തെറിച്ചേക്കാം. ഇവിടെ ആയിട്ട് പുള്ളിക്കാരൻ്റെ അവിടെ എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവർ കാണാം, അതും ഒരു ആവശ്യം വരും. അപ്പോൾ പുള്ളിക്കാരൻ്റെ അങ്ങോട്ട് പോകാം ഉള്ളൂ. ഇതാണ് പുള്ളിക്കാരൻ്റെ ID കാർഡ്. പുള്ളിക്കാരൻ ഡോക്ടറായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇവിടെ നമുക്ക് വേണ്ട സ്ക്രൂ ഡ്രൈവർ ഇരിപ്പുണ്ട്. ഈ സാധനം എടുത്തുകൊണ്ട് താഴോട്ട് പോവുക. ഓക്കെ, ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. ഇത് ഓപ്പൺ ആക്കാൻ പറ്റിയാൽ നമുക്ക് എന്തോ ഒരു ലിവർ പോലെ സാധനമുണ്ട് ഇതിൻ്റെ അടിയിൽ. അത് പിടിച്ച് വലിച്ചാൽ എന്തൊക്കെയോ നടക്കും. അപ്പോൾ ഇതിന് ഇനിയും വേണ്ടതെന്നു ചോദിച്ചാൽ നമുക്കൊരു ഹാൻഡിൽ വേണം. ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ട്, ഒരു ഹാൻഡിൽ കിടക്കുന്നുണ്ടോ? ഈ ഹാൻഡിൽ വേണം. ഈ ഹാൻഡിലുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഒരു ഗ്ലാസ് കട്ടറുണ്ട്, അത് കുറേ പണി ചെയ്യാനുണ്ട്. അപ്പോൾ അത് പണി ചെയ്താലേ നടക്കത്തുള്ളൂ. നമ്മൾ ഗ്ലാസ് കട്ടർ എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഗ്ലാസ് കട്ടർ എന്ന് പറയുമ്പം ഇവിടെ ഒരു സാധനമുണ്ട്, അത് കണ്ടിക്കാൻ വേണ്ടിയാണ്. ഈ ഗ്ലാസ് കണ്ടിക്കാൻ വേണ്ടിയാണ് ഈ ഗ്ലാസ്. ഇവിടെ ഒരു സാധനം പൊട്ടിക്കാനുണ്ടായിരുന്നല്ലോ. നമുക്കിവിടെ പൊട്ടിച്ചാൽ താഴെ ഞാൻ ഒരു സാധനത്തിൽ സ്പെഷ്യൽ കീ വേണമെന്ന് പറഞ്ഞില്ലേ. ഞാനിപ്പോൾ പറഞ്ഞ സംഭവം പൊട്ടിച്ചാൽ സ്പെഷ്യൽ കീ കിട്ടും. ഇപ്പം ഇതുവരെ എൻ്റെ ഒരു ലൈഫും പോയിട്ടില്ല. ഞാൻ ആ സംഭവം പൊട്ടിക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു ലൈഫ് പോയാലും കുഴപ്പമില്ല. ഞാൻ ആ സാധനം പൊട്ടിച്ചാൽ എനിക്ക് ഏത് പരിപാടി നടക്കും. ഇവിടെ ഒരു ഇതാണ്, ഈ സാധനം കൊണ്ടാണ് പൊട്ടിക്കുന്നത്. ഇപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. എന്നെ പിടിക്കുമോയെന്നറിയത്തില്ല, എനിക്ക് ഉറപ്പില്ല. ഇവിടെ അത്ര ഞാനെടുത്ത സംഭവങ്ങൾ അതേപടി തിരിച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്കത്ര ഇതൊന്നുമില്ല. ഇവിടെ നിന്നാൽ കാണത്തില്ല കൃത്യമായിട്ട്. വരുന്നുണ്ട്. എന്നെ പിടിക്കാൻ പരിപാടി. ഞാൻ എന്തോ പണി ചെയ്തു. ഒരു ലൈഫല്ലേ, പോട്ടെ. ഇപ്പം ഞാൻ എസ്കേപ്പ് അടിക്കും. അപ്പം ഇനി എനിക്ക് ആ ഗ്ലാസ് കട്ടറിൽ ചില പെയിൻറ്റ് പണി അടിച്ചിട്ട് അവിടെ നിന്ന് ചാടിയാൽ മതി. എൻ്റെ ഒരു ലൈഫ് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് പോവുക. ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കിടക്കട്ടെ. ഈ സ്പെഷ്യൽ കീ കിട്ടി, അതുകൊണ്ട് താഴെ എനിക്കൊരു സംഭവം തുറക്കാൻ ഇനിയും വല്ല പണിയൊന്നുമില്ല. അതെ, സ്പെഷ്യൽ കീ ഇവിടാണ് ഇടേണ്ടത്. ഈ കീ എടുത്ത് ഇവിടാണ് ഇടേണ്ടത്. അപ്പം ഇവിടെ ഒന്നും തുറന്നില്ലേ. അതിനകത്തൊരു സാധനമുണ്ട്, ഇത് വേണം. ഇത് കളർ അടിക്കാൻ വേണം. ഇവിടം തുറന്ന് അകത്തോട്ട് കയറിയാൽ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് അടിക്കാം. ഇവിടുന്നല്ല, ഈ സംഭവം ഉണ്ടാക്കാം. പെയിൻ്റ് അടിക്കണം. അതിന് പെയിൻ്റ് അടിക്കട്ടെ. ഇനി ഞാൻ പെയിൻ്റ് അടിക്കുന്നു വെച്ചാൽ ഇവിടെ തൊട്ടിട്ട്, ഓക്കെ, ഇനി പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഒരു ഹാൻഡിൽ പിടിപ്പിക്കണം. ഹാൻഡിലും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി സംഭവം എൻ്റെ ഓൾറെഡി എല്ലാം സെറ്റായി. ഇനിയും കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മളത് പണി ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ട്. പണി ചെയ്തൊരു നല്ല സാധനമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സാധനം എടുത്തുകൊണ്ട് നമുക്ക് മുകളിലത്തെ ഗ്ലാസ് കണ്ടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാം. ഇതുണ്ട്, ഓൾമോസ്റ്റ് ഡൺ. ഇപ്പം സെക്കൻഡ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പരിപാടിയെല്ലാം തീർത്തു. അതുകൊണ്ട് പുള്ളിക്കാരൻ ഇനി എന്തൊക്കെയോ സാരമില്ല, പിടിച്ചാലും സാരമില്ല. ഇത് എന്നെ പിടിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അത്രയ്ക്ക് ഉറപ്പില്ല എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തെന്ന്. എന്നെ പിടിക്കാനോ അല്ലല്ലോ. ഇവിടെ പുള്ളിക്കാരൻ എന്തോ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ചില്ല് പൊട്ടിച്ച് കിടന്നാൽ മാത്രം മതി. സോ നമ്മൾ ഈ ഗെയിം ഇവിടെ വെച്ച് തീരുകയാണ്. നമ്മളിതിൻ്റെ ലാസ്റ്റ് ഫൈനൽ എസ്കേപ്പാണ്. സോ ഗൈസ്, വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് ഈ എസ്കേപ്പും കൂടെ കണ്ടിട്ട് നിർത്താം. ഇതെന്ന് വെച്ചാൽ നേരത്തെ എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ എനിക്ക് ചാടിപ്പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ പകുതിക്കാകുമ്പോൾ ഈ ജനൽ മൊത്തത്തോടെ അങ്ങ് പൊട്ടി നല്ലൊരു ശബ്ദം വരും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പക്ഷേ ഈ തവണ അങ്ങനല്ല. ഞാൻ ഫുള്ളായിട്ട് കണ്ടിച്ചെടുത്ത് മാറ്റി അപ്പുറത്തെ സൈഡിൽ വെച്ചേക്കാണ്. എന്നിട്ടാണ് ഞാൻ അതുവഴി ഇറങ്ങി ഓടുന്നത്. സംഭവം ഞാൻ ഇവിടുന്ന് എൻ്റെ ഒരു ലൈഫേ പോയിട്ടുള്ളൂ. ഞാൻ ഇറങ്ങി ഓടിയിട്ടുണ്ട്. സോ എസ്കേപ്പ് ഇട്ട്. സോ ഗൈസ്, വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും